ഇന്നേക്ക് നവരാത്രിയുടെ 4ാമത് നാൾ. ഇന്നത്തെ നൈവേദ്യം കദംബ സാദം, മാലാഡു, தேங்காய் மாங்காய் பட்டாணி சுண்டல். கதம்ப சாதம் எப்படி பண்ணுறதுன்னு ஆദ്യം பார்க்கலாம். அதுக்கு ஆദ്യം ஒரு பொடி வறுத்து தயார் பண்ணி எடுக்கலாம். மல்லி, மிளகு, துவரப்பருப்பு, உளுந்துപരിപ്പ്, ஓமம், உலுவை, காஞ்ச மிளகாய். ஆദ്യം ஒரு டீஸ்பூன் தேங்காய் எண்ணெய் விட்டுருக்கேன். அதில் காஞ்ச மிளகாய் போட்டு ഒന്ന് വറുത്ത് ഒന്ന് മുളകായി ഒന്ന് മൂത്ത് വരുമ്പം അതിൽ മല്ലിയും തുവരപ്പരിപ്പും ഉഴുന്നുപരിപ്പുമാ പോട്ട് വറக்கலாம். കൂടെ കുരുമുളകും പോട്ടുக்கலாம். കുരുമുളകും നല്ല വറവുണ്ട്. ഇതെല്ലാം പോട്ട് ഒന്ന് മൂത്തേക്ക് പിറക് വെന്തയവും ഓമവും പോട്ടാൽ പോരും. എല്ലാം പോട്ട് നല്ല പൊന്നിറമാവുമ്പം ഞാൻ ആദ്യം കട്ടക്കായം പൗഡർ വിട്ടു പോയിട്ട് അതുകൊണ്ട് ഇപ്പോൾ പൊടി പോടുறேன். കട്ടക്കായം പൗഡർ തന്നെ മുളകോടെ പിന്നാലെ പോടണം. ഇത് നന്നായി തണുത്തിട്ട് പൊടി பண்ணி வைக்கலாம். இன்றைக்கி புலாவ் ஸ்டைல் கதம்ப சாதமாக்கும் பண்ணுறேன். ட்ரெடிஷ்னலாகவும் பண்ணலாம். அதோட லிங்க் டிஸ்கிரிப்ஷன் பாக்ஸில் ஷேர் பண்ணுறேன். இதுக்கு வேண்டி வெஜிடபிள்ஸில் கேரட்டு, ക്യാപ്സിക്കം, ഉരുളക്കിഴങ്ങ്, പീസ്, കോൺ, പിന്നെ തക്കാളി, കുരു കളഞ്ഞ തക്കാളിയൊക്കെ എടുത്തിരിക്കാൻ. ആദ്യം എണ്ണയും നെയ്യുമാ ചൂടാക്കി അതിൽ കടുകും കാഞ്ചമുളകയും പോട്ട് കടുക് പൊട്ടി കഴിയുമ്പം കറിവേപ്പിലയും പോട്ട് നന്ന കറിവേപ്പിലയും ഒന്ന് മുരിഞ്ച് വന്നതിന് ശേഷം ആദ്യം കട്ടിയായിട്ടുള്ള കായ്കറികൾ പോട്ട് വേവിച്ചെടുക്കില്ല. ആദ്യം ഉരുളക്കിഴങ്ങും ക്യാരറ്റും ആക്കും പോട്ടിരിക്കാൻ. അത് വെന്ത് വരുമ്പം ഗ്രീൻ പീസും സ്വീറ്റ് കോണും പോട്ട് അതും ഒന്ന് പകുതി വതങ്ങി വരുമ്പോഴത്തേൻ തക്കാളി പോടണം. ലാസ്റ്റ് തക്കാളി പോട്ടുണ്ടാപ്പോരും. ഇതിൽ உங்களுக்கு വേറെ ഏത് കായ്കറികൾ വേണമെന്നാലും പുലാവ് സ്റ്റൈലിൽ പോടാണ്ട് ഏത് കായ്കറികൾ വേണമെന്നാലും പോട്ടുക്കില്ല. അതൊന്ന് വതങ്ങി വരുമ്പം വേവിച്ച് വെച്ചിരിக்கிற പൾസസ് ഏത് വേണമെന്നാൽ പോട്ടുக்கலாம். ഇതിൻ്റെ കടല എടുത്തിരിക്കാൻ, കാരാമണി എടുത്തിരിക്കാൻ, വെള്ള പട്ടാണി എടുത്തിരിക്കാൻ, അതുപോലെ കറുത്ത കടലയും തന്നെ എടുത്തിരിക്കാൻ. ഇപ്പം രാജ്മ അപ്പടിത്തെല്ലാം പോടണമെന്നാൽ പോട്ടുക്കില്ല. അതും ഒന്ന് വതങ്ങി കഴിയുമ്പോൾ അതിൽ മഞ്ഞൾപ്പൊടിയും കൊഞ്ചം കൂടെ ഒരു 1/2 ടീസ്പൂൺ കൂടെ കായപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ അല്ല കൂട്ടണമെന്ന വെള്ളം കൂട്ടല, വെള്ളവും കൂടെ പോട്ട് നന്നായി ഇളക്കി ഒന്ന് ചേർന്ന് വന്നതിന് ശേഷം പൊടിച്ചു വെച്ചിരിக்கிற പൊടിയും കൂടെ പോടலாம். പൊടി നമ്മൾ വതക്കിയെടുത്തത് തണുത്തതിന് ശേഷമാക്കും പൊടിച്ചിരിക്കുന്നത്. അതിലേന്ത് ഇപ്പോൾ 3 ടീസ്പൂണാണ് 3 ടീസ്പൂൺ അല്ല കൂടുതൽ പോടണമെന്നാൽ കൂടുതലും പോട്ടുക്കില്ല. വാളോടെ ടേസ്റ്റ് എത്ര വേണം എന്നുള്ളത് പാത്തിൻ്റെട്ട് കൂട്ടവോ കുറയ്ക്കവോ ചെയ്തുകൊണ്ടോ. இந்த പൊടിയും പോട്ട് നന്നായി കിളറി എടുത്തിട്ട് അവളോട് സ്വാദക്കേത്ത ഉപ്പും കൂടെ പോട്ടുക്കരുത്. കായ്കറിക്കും ചാത്തക്കും കൂടെ പോട്ടുക്കരുത്. അതുപോലെ ചാതം നമ്മൾ ഊറ്റിയെടുത്തിട്ട് ഉതിരുതിരായിട്ടുള്ള ചാതമാക്കും വേണ്ടത്. இந்த ചാതക്ക് കുഴഞ്ഞു പോയിരപ്പെടാതെ ചാതം വേവിച്ചെടുക്കുമ്പം കൊഞ്ചം മല്ലിയിലയും പോട്ട് തണുപ്പിച്ച് വെച്ചതിന് ശേഷം തന്നെ ചാതം ഇതിൽ ആഡ് பண்ணണം. അപ്പം നമ്മൾ വടിച്ച് ഒരു പെരിയ തട്ടത്തിൽ അത് പരത്തി വെച്ചിട്ടാൽ പോരും. അപ്പം നന്നാ അത് ഒട്ടിപ്പിടിക്കാതെ ഉതിരുതിര കടയ്ക്കുകയും ചെയ്യും. ചാതവും പോട്ട് വറുത്ത് വെച്ചിരിക്കപ്പെട്ട തേങ്ങ അതും അവൾക്ക് എത്ര ഒരു 2-3 ടീസ്പൂണാണ് 2-3 ടീസ്പൂൺ ടേസ്റ്റിക്ക് അനുസരിച്ച് വറുത്ത തേങ്ങയും കൂടെ പോട്ട് നന്നായി കിളറി എടുത്താനാണ് കദംബ സാദം റെഡിയാവും. ഇതിൽ ലാസ്റ്റ് അവൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൊഞ്ചം കൂടെ മല്ലിയിലയും പോട്ടുക്കല, പിന്നെ വറുത്ത അണ്ടിപ്പരിപ്പ് വേണമെന്നാൽ അതും പോട്ടുക്കല. അത് ഇതുപോലെ ചൂടാണ് നമുക്ക് നൈവേദ്യത്തേക്ക് വയ്ക്കലാം. ഇല്ലാട്ടന ഉച്ചയ്ക്ക് ലഞ്ചിക്കെല്ലാം നമുക്കിത് ടിഫിൻ ബോക്സിൽ കൊടുത്ത് അനുഭവം ചെയ്യലാം. ഇനി അടുത്തത് മാലാഡു എപ്പടിയാക്കും പണ്ടത് കാണിக்கிறேன். അതുക്ക് പൊട്ടുകടലയൊക്കെ എടുക്കരുത്. ആദ്യം ചില പൊട്ടുകടലയിൽ നല്ല പൊടി കാണും. ഇതുപോലെ ഒന്ന് അരിപ്പയില പോട്ട് നന്നാ പൊടി കളഞ്ഞെടുത്തുക്കരുത്. അതോടെ തോട് ഇരുന്ന് തോടും പറക്കി എടുക്കണം. ഇതിൽ പെരിയ പൊടിയും ഇല്ല തോടും ഇല്ല. തോടിരുന്ന് തോട് എടുത്ത് മാറ്റിയിട്ട് വേണം നമ്മളിതൊന്ന് ചൂടാക്കി എടുക്കണം. ചീനച്ചട്ടിയിൽ പോട്ട് കൈ പൊറുക്കപ്പെട്ട ചൂടെടുത്താൽ പോരും. അതുപോലെ
ഒന്ന് വറുത്തെടുത്തിട്ടാൽ പോരും. നമ്മൾ കയ്യാലെ പിടിച്ചാൽ തന്നെ കയ്യിൽ നല്ല ചൂട് തോന്നിക്കണം. അന്ത പരുവം വരെ വറുത്താൽ പോരും. എന്നിട്ട് നന്നാ തണുത്തതിന് ശേഷം മിക്സിയിൽ പോട്ട് നന്നാ പൊടിച്ചെടുക്കല. പൊടിച്ച് നൈസ് അരിപ്പിൽ വേണം അരിച്ചെടുக்கிறதுக்கு. ഇപ്പം ഏത് കപ്പിൽ വേണമെന്നാലും നമുക്ക് പൊരികടല മെഷർ പണി എടുക്കല. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കപ്പെട്ട അന്തൊരു കൊഞ്ചം പെരിയ ബൗള് ഒരു 300-350 ഗ്രാം വരും അന്ത ബൗള് അതിലേക്കും എടുത്തിരിക്കും. ഇപ്പോൾ ബാക്കി വരപ്പെട്ട അന്ത കപ്പിയെ മിക്സിയിലെ പോട്ട് അടുത്ത ബാച്ചോടെ കൂടെ പൊടിച്ചെടുത്തിട്ടാൽ പോരും. എന്നിട്ട് ലാസ്റ്റ് കൊഞ്ചം കപ്പി ബാക്കി വരും. അത് ചട്നി പണർത്തുക്കണമേ നമുക്ക് എടുത്തുക്കലാം. നന്നാ പൊടിച്ചെടുത്തിട്ട് നമ്മൾ ഏത് പാത്രത്തിൽ നമ്മൾ എടുത്തിരിക്കുമോ അതേ പാത്രത്തിൽ പഞ്ചസാരയും അളന്നെടുക്കരുത്. അത് 3/4 കപ്പിലേന്ത് 1.25 കപ്പ് വരെ അവളോട് ടേസ്റ്റിക്കനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യില്ല. പഞ്ചസാര പൊടിക്കറത്തോടെ കൂട്ടത്തിൽ ഒരു 15 ഏലക്കയും ജാതിക്കയും കൂടെ ഇത് പൊടിക്കുമ്പോഴേ നമ്മൾ പൊടിച്ചിക്കലാം. ജാതിക്ക ഒരു 1/2 ടീസ്പൂൺ വരെ ജാതിക്ക പൊട്ടിക്കല. അതും നന്നാ പൊടിച്ച് ഇതുപോലെ അരിച്ച് തന്നെ എടുക്കണം. അപ്പം നല്ല തരി ഇല്ലാതെക്ക് നല്ല മാലാട് കഴിക്കുമ്പം വായിൽ എന്താ തരി ഒട്ടും വരാതൊക്കെ ഇരിക്കും. അതിൽ ബാക്കി വരപ്പെട്ടതും നെക്സ്റ്റ് ബാച്ചിൽ ഇതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടാൽ പോരും. അവസാനം കൊഞ്ചം വറത് ഏലക്കയുടെ തോടായിരിക്കും, അത് കളഞ്ഞിട്ടാൽ പോരും. എന്നിട്ട് അത് നന്നാ മിക്സ് പണി എടുക്കരുത്. കയ്യാൽ തന്നെ മിക്സ് പണ്ടുന്നതായിരിക്കും നല്ലത്. എന്താ പഞ്ചസാരയും പൊരികടലയുടെ പൊടിയും നന്നാ ചേർന്ന് കിടക്കും. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യിൽ നമ്മൾ പൊടിയെ അരിഞ്ഞ് വെച്ചിരിക്കപ്പെട്ട ബദാമും ചേർക്കറെന്നാൽ ബദാം ചേർക്കറതാനാണ്. ആദ്യം ബദാം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പ് നറുക്കി വെച്ചിരിക്കറുത്ത പൊടിച്ച നറുക്കി വെച്ചിരിക്കറുത്ത ചേർത്ത് ഒരു ചിന്ന നിറം മാറുന്നത് വരെ വറുത്തെടുക്കരുത്. എന്നിട്ട് നമ്മൾ തയ്യാർ പണി വെച്ചിരിക്കറ പൊടിയിൽ അതേം പോട്ടിട്ട് ആദ്യം എന്താ ആപ്പയെ വെച്ച് ഒന്ന് കിളരിയുമ്പോൾ എന്താ ഇതൊക്കെ നല്ല ചൂടായിരിക്കും നെയ്യ്ക്ക്. അത് കഴിഞ്ഞിട്ട് കയ്യാലെ തന്നെ കിളരിയെടുത്ത് തന്നെ എന്താ നട്ട്സ് എല്ലാ ഇടത്തിലേയും ഒരുപോലെ നമുക്ക് ചേർന്ന് കിടക്കും. இந்த പൊടിയെ ഇതുപോലെ തയ്യാറ് പണി ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ മാസങ്ങളോളം നമുക്കിത് സൂക്ഷിച്ച് വെക്കലാം. ആവശ്യത്തേക്ക് നമ്മൾ എടുത്ത് ഇപ്പം 10 മാലാട് പണിനാൽ പോരുമാന இந்த പൊടിയിലേന്ത് തന്നെ എടുത്ത് 10 മാലാട് കൂടെ പൊടി എടുത്തിട്ടാൽ പോരും. ഇപ്പം എന്താ നമ്മൾ മാലാട് പണ്ണുമ്പം ഒരു ചിന്ന പോർഷനായിട്ട് നെയ്യ് വിടണം. ഇല്ലാട്ട് തന്നെ നമുക്ക് എല്ലാം എന്താ നെയ്യോടെ ചൂട് തണുത്ത അയച്ചന്നെ പിടിക്കറത്തേക്ക് പാടായിരിക്കും. അപ്പോൾ ആവശ്യത്തേക്ക് നല്ല ചൂട് നെയ്യാക്കും വിടറേ. ഇതുപോലെ ആവശ്യത്തേക്ക് കിളറി പാത്തിണ്ടിട്ട് എടുക്കരുത്. ഇപ്പോൾ ആദ്യം വിട്ടിരിക്കറ എന്താ ക്വാണ്ടിറ്റി നെയ്യ് നല്ല നെയ്യ് നല്ല നെയ്മയം വേണം എന്നുള്ള മാലാടുക്ക് ഇത്രയും നെയ്യ് വിടല. ഇപ്പം ആത്തിലെ കുഴന്തുകൾക്ക് ഇത്രയും നെയ്യ് പിടിക്കറത്തേക്ക് പകരം മിനിമം നെയ്യ് താൻ വേണം. അതുകൊണ്ട് ഞാൻ കൊഞ്ചം കൂടെ പൊടി കൂടുതൽ പോട്ട് ഒന്നും കൂടെ മിക്സ് പണിയിട്ട് ഇപ്പം നല്ല നെയ്മയം വേണമെന്ന് ഇതുപോലെ പിടിക്കരുത്. ഇല്ലാട്ടന ആവശ്യത്തേക്ക് നെയ്യ് പോരും എന്നുണ്ടാകുന്ന ജാസ്തി പൊടിയെ പോട്ടിൻ്റെ ഒന്നും കൂടെ മിക്സ് പണിനാ പോരും. അപ്പോൾ പിടിച്ചാൽ തന്നെ പിടിക്കപ്പെട്ട രീതിയിലെത്താൻ നെയ്യ് വന്നിരിക്ക്. അപ്പോൾ അന്ത രീതിയിലേക്ക് നാം മാലാട് പണിയെടുക്കറേ. അപ്പം നമ്മൾ പിടിച്ചാൽ തന്നെ കറക്റ്റാக ഉരുണ്ട പിടിക്കപ്പെട്ടത്. അപ്പം മിനിമം നെയ്യ് താൻ എടുത്തിരിക്കേ. ഇതുപോലെ നന്നാ ഉരുട്ടിയെടുത്താൽ തന്നെ മാലാട് നമുക്ക് റെഡിയാക്കി എടുക്കലാം. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇതുപോലെ തന്നെ മാലാട് പിടിച്ചെടുത്തിട്ട് അടുത്ത ബാച്ച് പണ്ണാർത്തേക്ക് ഇത് തീരുമ്പം കൊഞ്ചം കൂടെ പൊടിയെ പോട്ടിൻ്റെ ഇട്ട് എപ്പിടിയാക്കുമ്പോൾ നമ്മൾ നെയ്യ് വിട്ടും അതുപോലെ തന്നെ നെയ്യെ വിട്ട് കിളറി എടുത്തിട്ട് മാലാട് പിടിച്ചിട്ടാൽ പോരും. ഇതുപോലെ ബാക്കി എല്ലാ പൊടിയും നമുക്ക് മാലാട് പിടിച്ചെടുക്കലാം. ഇപ്പോൾ എല്ലാമോ ഒരുമിച്ച് പണ്ണണ്ടാമെന്നുണ്ടെന്ന് ആവശ്യത്തേക്കുള്ള മാലാട് പണിയിട്ട് ബാക്കിയുള്ള പൊടിയെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാൽ പോരും. ഇതുപോലെ നമുക്ക് മാലാട് എളുപ്പം ആത്തിലെ പണിയെടുക്കുകയും ചെയ്തുകൊള്ളാം. ഇനി അടുത്ത നൈവേദ്യം എനിക്ക് തേങ്ങ മാങ്ങ പട്ടാണി ചുണ്ടലാക്കും. അതൊക്കെ വെളിച്ചെണ്ണയാക്കും എടുത്തിരിക്കാൻ അതിലെ കടുക് കാഞ്ചമുളക പോട്ട് താളിപ്പ് ചെയ്തിട്ട് കടുക് പൊട്ടിക്കഴിയുമ്പം അതിൽ പച്ചമുളകും കരിവേപ്പിലയും പച്ചമുളക് അവൾക്ക് എത്രയാക്കുമ്പോൾ എരിവ് വേണ്ടത് അതനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യില്ല. 4 എണ്ണം എടുത്തിരിക്കാൻ. പിന്നെ പച്ചമാങ്ക ഇതുപോലെ കഷ്ണങ്ങളാ ചിന്നതായി അരിഞ്ഞ് അതും എണ്ണയില പോട്ട് നന്നാ ഒന്ന് വതക്കി എടുത്തിട്ടാൽ പോരും. അത് മാങ്ങ ഒന്ന് സോഫ്റ്റായി വരുമ്പം അതിലെ കായപ്പൊടിയും കൊഞ്ചം പോട്ട്
നമ്മൾ വേവിച്ച് വെച്ചിരിക്കപ്പെട്ട பட்டாணி குழஞ்சி போகக்கூடாது பட்டாணி வெந்தால் போரும் இந்த பட்டாணியும் போட்டு ആവശ്യത്തേക്ക് ഉപ്പും കൂടെ പോട്ടിട്ട് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം പട്ടാണിയെ തലേ ദിവസം രാത്രിയെ വെള്ളത്തിൽ ഊറപ്പോട്ടിട്ടുണ്ടായിരുന്നത് അടുത്ത ദിവസം വാഷ് പണിയിട്ട് ഇപ്പോൾ കുക്കറിലെ ആക്കുമ്പോൾ കുഴഞ്ഞു പോവും തുറന്ന് വേവിக்கிறതാണ് തുറന്ന് വേവിക്കില്ല കുക്കറിലെയാണ് പാത്ത് വേവിക്കണം അടുപ്പിച്ച് 5 വിസിൽ വെച്ചാൽ ചില പട്ടാണി എളുപ്പം കുഴഞ്ഞു പോരും ഇത് നന്നാ ഒന്ന് ആവി കയറ്റിനതിന് ശേഷം അവൾക്ക് വിരുമ്പപ്പെട്ട തേങ്ങയും കൂടെ പോട്ട് തേങ്ങ പോട്ടതിന് ശേഷവും ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റി വരலாம் അപ്പോൾ തേങ്ങയുടെ പച്ചമണവും മാറിക്കിട്ടും அப்படி തേങ്ങ മാങ്ങ പട്ടാണി ചുണ്ടലും റെഡിയാச்சு அப்படி ഇന്നത്തെ 3 നൈവേദ്യമാണ് പുലാവ് സ്റ്റൈലിൽ പണിന കദംബച്ചാദം സ്വീറ്റുക്ക് മാലാഡു ചുണ്ടലോടെ വേർഷൻ തേങ്ങ മാങ്ങ പട്ടാണി ചുണ്ടൽ